എവിടെടാ ശംസു? പുറത്തു പോയിരിക്കാ, ഇപ്പൊ വരും. ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാർഡ്സ് കളിക്കാൻ അറിയാം? ഇല്ല. നിനക്ക് എത്ര വയസ്സായി? 18. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാപ്പി അറിയുമ്പോഴാ പോകില്ലേ. എന്ത് പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോദേ വാപ്പ. നിന്റെ മുതലാളി വരും ചെയ്തൊന്നും നീ പഠിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ശംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട. പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ശംസു, ശംസ് അവിടെ നിക്കന്ന്. അല്ല നിക്കടവിടെ, അവിടെ നിക്കാൻ. ഇവനാണ് ആളെ പറ്റിച്ചു പോവുക. അവിടെ നിക്കാനല്ലേ പറഞ്ഞോട്. അല്ല, അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ച് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കടവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല എന്നെക്കാട്ടി എന്തിനും മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ മേലല്ല, നീ കാറിലാണെങ്കിലും ശരി. അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ, ഓടിവായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ നിക്ക്, ഞാൻ കാണിച്ചുതരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിടാം. സൈക്കിൾ ഇല്ല, രണ്ടേ സൈക്കിൾ ഇന്ന് ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്കേ നമുക്ക്. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ. ഡോക്ടർ സാറേ, അക്ബരക്കാ നട്ടുച്ചയ്ക്ക് പട്ടച്ചാര അടിച്ച് മിക്സായി പോയി. വാപ്പക്ക് ഒരു മാറി ജീവൻ വേണമെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ആ ഓടി തന്നെ വരണേ ഞാൻ കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണമെന്നാ. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യൻ വരാം. അല്ല ഓരോ വില കടിച്ചു വരും മനുഷ്യനെ. ഓറഞ്ച് ഓറഞ്ച് ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലാൻ പോണേ. ഓറഞ്ച് ആയിട്ട് ഡാൻസ് കളിക്കണം. ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല സൈക്കിളിൽ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല, സൈക്കിൾ ചക്രം പോയാലും ശരി. ചാടി വന്നിരിക്കാൻ ഒന്ന് പിടിച്ചു നിർത്തിക്കോളെ. ഓടി വരണേ, രക്ഷിക്കണേ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലോ തരടാ. ഓ ആ ഡീസന്റ് വേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. ആ അയാളെ പോലെ ആവാണ്ടിരിക്കാൻ. ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നൂത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 എണ്ണം പൂശും. അറിയോ എനിക്ക് എന്റെ ഭാര്യ തന്റെ ഭാര്യ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തലയിലാണ്. മേലെ ഇനി നിങ്ങൾ നിർത്തിയിട്ട് എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലേ. ഇയാൾ എന്ത് ഡീസന്റ് വേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ അച്ഛൻ പറഞ്ഞു കേട്ടില്ല, എടുത്തോണ്ട് വേടാ വിലക്ക. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി ആർക്കട കൈ വെക്കണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ, അമ്മാവനെ തല്ലടാ, തല്ലടാ. പിടിച്ചാത്തോണ്ട് അല്ല അവൻ തല്ലട്ട് മരുമാനല്ലേ? അവൻ എന്റെ മരുമാനല്ലേ? തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉറക്ക് പോയി.
ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല. ഒരൊറ്റ റൗണ്ട് നോക്കിയാൽ അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ മതി. രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവതി തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് റൗണ്ട്. കളിക്കാനോ? ഡോക്ടറുണ്ടല്ലോ നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ചെയ്യാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്ക് നോക്കാം. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാമോ? 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ദേ ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്. ആ എന്താടാ? എടാ എടാ എടാ, എന്താ എന്താ കാര്യം? എന്താ കാര്യം അറിയില്ലല്ലേ? മനസ്സിലായില്ല. മനസ്സിലായോ? മനസ്സിലായില്ല. എടാ, നിന്നെ ഞാൻ ഇപ്പൊ മനസ്സിലായടാ. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്നോ? ഏയ്, ഇപ്പൊ മനസ്സിലായോ നിനക്ക്? വാപ്പാ, മേനനുള്ള ഒരാളെ തല്ലുന്നു. അയാള് കള്ളുകുടിച്ച് ബഹളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ. അയാൾ തല്ലി കൊന്നാലും ശരി, ഈ കളി തീരാതെ അക്ബറിട്ട് പോണ പ്രശ്നമല്ല. അവിടെ ആ മതി മതി അടിച്ചിട്ട് കൈതാ. മനസ്സിലായില്ല. ഇന്ന് ഞാൻ നിങ്ങൾ കാര്യം മനസ്സിലാക്കി പറഞ്ഞിട്ടിരിക്കുക. അയ്യോ ഇന്ന് മനസ്സിലാക്കി അയ്യോ, തരാം. കൊല്ലണം നീ. അയ്യോ, കൊല്ലട്ടെ. അയ്യോ അയ്യോ, മനസ്സിലായില്ല. മനസ്സിലായി മനസ്സിലായില്ല. എടാ, മനസ്സിലായില്ല. അയ്യോ, മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടെന്ന്. അപ്പഴാ മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ? ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ അയ്യോ, അയ്യോ, പറ്റില്ല. ആണെങ്കിലില്ല, നീ ഇന്ന് ശരിക്കും പഠിച്ചിട്ട് എവിടെ പോകും? അയ്യോ, എന്താ ഇത്? ഒന്ന് വിട്. മനസ്സിലായി. എന്താ ഇത്? എടി, നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശം കാണിച്ചത്. അയ്യോ, കാണിച്ചില്ല. എന്നെ നോക്കി ആരും കൈ കലാശമൊന്നും കാണിച്ചില്ല. എന്റെ പൊന്ന് അക്ബരക്കാൻ, ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാ എന്നെ വെറുതെ ഇട്ടതാ. നിങ്ങൾ എന്താ ഇത് നേരത്തെ തുടങ്ങിയോ? അയ്യോ സത്യമായിട്ടില്ല. ഇവിടെ വരൂ. പോയി ഞാൻ ഇങ്ങോട്ട് പോടാ നീ. അല്ല സംസു, നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞായറാഴ്ച ആയിട്ട് കട തുറക്കൂല. അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും. അതാണ് എന്റെ ഒരു. നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ല് കിട്ടുന്നത്. അതെ, സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ. അറിയോ? അതെനിക്കറിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ, നമുക്കൊന്ന് ഷീട്ട് കളിക്കാം. ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ. ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ വാ, ഒരൊറ്റ ജോക്കറില്ല. ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ. വന്നില്ല. എന്താണ് അല്ല, ഇത് പ്രശ്നം എന്റെ ജോക്കറില്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്. എനിക്ക് ഒൻകാടാ. ആ വെച്ചോ വെച്ചോ വെച്ചോ. വാപ്പാ, ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല, ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു പോകും. ഇത് മിഡിൽ സ്കൂട്ട് ചെയ്തു. നന്നായി. അതെന്നാ ഇത് കണ്ട് ഈ ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ നോട്ടെ, എന്റെ ഷീറ്റ് നോട്ടെ. ഞാൻ എന്റെ ഷീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ ഇത് അടിച്ച കൈയാണല്ലോ. അതെയോ? ആ. എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞാൻ പറഞ്ഞു ഞായറാഴ്ച കടയിലാന്ന്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും. അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ, അത് പറ്റില്ല അക്ബർക്ക്. ഞാൻ സ്റ്റോക്ക് എടുത്തിട്ട് ഇപ്പൊ വരാം. ആരെല്ലാം തന്നെ. ഇതെന്താകുന്നു? ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ്? ഈ സ്പീഡ് കേട്ടോ. ഈ ശൂലം പോലെ ഇരിക്കുന്നതാണ് ഈ സ്പീഡ്. ആ, അപ്പൊ ഇതെന്താ? ഇത് ക്ലാവർ. ഇത് കണ്ടോ, രണ്ട് അലി ഒരു പൂവും ക്ലാവർ കേട്ടോ. പിന്നെ ഇത് ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്ത് കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല. നിനക്ക് ഭാവിയുണ്ട്.
നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല. ചോക്ലേറ്റ് വാങ്ങിക്കും, അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെട്ടി ഷീട്ടും കൂടി വാങ്ങണം, തെന്നാലി ആക്കണം. ആ നമുക്കൊരു കൈ നോക്കല്ലേ, ഒന്ന് മാറിയട്ടെ. ആ നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആ ആളെ കിട്ടിപ്പോയി, മതി. വാ വാ. ആ മതി, നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും, അപ്പൊ ഒന്ന് ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ, ഇതപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. ദാ നോക്ക്. എന്റെ പൊന്ന് അക്ബർക്ക, ഒട്ടും സമയമില്ല. ദേ എവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് റൗണ്ട് കളിക്കാം. വാ. അയ്യോ, ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കൽ അടിച്ചാരലൊന്നും ഇല്ലേ? ഇന്നത്തേക്ക് അക്ബർക്ക വേറെ ആരെങ്കിലും നോക്ക്. നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത്. ആ അയ്യോ അക്ബർക്ക, എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എവിടെ നിന്ന് കേൾക്കാൻ? അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോഡി. ആ എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാള് വരണ നോക്ക്. ആ ശരി. ഇപ്പോൾ ഒന്നും വരിക്കില്ല, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുമെന്ന്. അല്ല അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. ആ എത്രയായി? 5 റുപ്യ. 5 റുപ്യ മീറ്റർ ഇട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ആ ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ആ മേനെ ലൈഫ് ഈസ് പ്ലാൻ എൻജോയ്. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. അവനും പോയോ? ആ ഇനി വേറെ ആരെയും വരുമോ നോക്കുക. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം എന്ന് മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാൻ ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ഒരൊറ്റ ആളെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കണതിന് ഒരു അതിരുണ്ട്. എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണ്ടോ? ആ നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി, കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല, തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി കൊണ്ടാ. ചീട്ടൽ അത്രക്ക് മോശ. വളരെ നല്ല കളിയല്ലേ. അവിടെ ഇരി, നീ എവിടെ പോണ്? അതെ, ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒരിത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ വന്നേക്കാം. ആ ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. അയ്യോ എന്തിനാ എന്റെ ബലൂൺ എടുത്തേ? നീ എടുത്തോ, അവിടെ തന്നെ വെയ്. ഇത് എന്റെ ബലൂൺ, നീ എന്തിനാ എടുക്കുന്നേ? എടുത്തോ, അതേ സ്ഥലത്ത് വെക്ക്. എന്താ അവിടെ തന്നെ വെയ്. ഇത് വെക്ക് കൊടുക്കാം. മോക്ക് ഞാൻ വേറെ മേടിച്ചു തരാം. വേറെ വേണ്ട. കൊണ്ടുപോയി. അയ്യോ, ഇനി കൊണ്ടോണേ. അപ്പുറത്ത് വേറെ ബലൂൺ ഉണ്ടല്ലോ, ഞാൻ എടുക്കുന്നേ. ഈ എടുത്തോ, കാണാലോ. അവിടെ വേറെ ബലൂൺ എടുക്കുന്നു. അവളങ്ങനെ പറഞ്ഞോ? അങ്ങനെ എന്നാ ഇന്ന് നോക്കിക്കോ. ഇതാണ് രാജാവ്, കണ്ടോ തലപ്പാവൊക്കെ. മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. ആ കിരീടം ചൂടിയ രാജാവ്. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരനും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല, പിന്നെ എവിടെ നിന്നാണ് രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്. എവിടാ? രാജകുമാരി കുന്നിക്കുരുവും വെച്ച് കാത്തിരിക്കുക. കുന്നിക്കുരും വെച്ച് കാത്തിരിക്കേ? ആ ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്നെ വേണം ചവിട്ടാൻ. മതി അക്ബറിക്കയുടെ പടം. എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം. കൊന്നെ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. ആ അല്ല, അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കുക. മേനെ ഒന്നും കൊണ്ട് വരും. ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. ഭയങ്കര തലവേദന. ഇന്നലത്തെ ബാക്കി വലിയ ഇരിപ്പുണ്ടോ? ഓ ഉണ്ട്. നാണുണ്ടോ നിങ്ങക്ക്? ഞാൻ നിങ്ങളുടെ അടുത്ത കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് ഒരു 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഓ, എന്തുണ്ടായെന്ന് പറ. 1 ലക്ഷം ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല.
വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാം. എങ്ങനെ? ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാന്ന്. ഉറപ്പാ? ഉറപ്പാ. ഉറപ്പാണല്ലോ? അല്ലെങ്കിൽ അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരോട് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ. അക്ബറേ, അക്ബറേ, എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്താ കാര്യം എന്ന് പറ ബാലകൃഷ്ണ. ദേ ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ബാലകൃഷ്ണ. ഫിറ്റായിട്ട് അക്ബർക്കെ കെട്ടിപ്പിടിച്ച് ദൈവമാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആ, എന്നാ പിന്നെ എല്ലാം ഓർമ്മ. അയ്യോ ബാലകൃഷ്ണ, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് കസേരയെ തലയും കുത്തി വീണത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കസേര തലയും കുത്തി വീണത് ഓർമ്മയില്ല. ആ, അപ്പൊ മറ്റത് ഓർമ്മയുണ്ട്. എന്റെ ബാലകൃഷ്ണ, പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് നീയാണ് സത്യം. അതിന്റെ ഇടയിൽ നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലകൃഷ്ണ. ഇല്ലല്ലോ. എന്നാ രാജശേഖരനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറയുന്നതിനായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി. അയ്യോ, അവനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാം അല്ലേ? എന്നാ രാജശേഖരനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ബാലകൃഷ്ണ, എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഛേ, അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ദേ, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. അമ്മായി ഇതറിഞ്ഞാ കുടുംബക്കലഹം ഉണ്ടാവും. ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞാ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മയുടെ വീട്ടിൽ ചെന്ന് കയറി. ഛേ, ഈശ്വര, ഞാനോ? അല്ല പിന്നെ ഞാനായിരിക്കും. ദേ, ഇതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല. ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒതുക്കാതാ നല്ലത്. അമ്മായി അറിഞ്ഞാൽ കുടുംബകലഹം, ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി, നാട്ടുകാരറിഞ്ഞാൽ അല്ല മേനോൻ സാറോ, വരൂ അകത്തേക്കിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ലേശം ഓവറായി പോയി. അതുകൊണ്ട്. അല്ല, രാത്രിയായ മേനോൻ സാർ പതിവുള്ളതാണല്ലോ. നീ എങ്ങോട്ടാ എന്നെ വിളിച്ചോണ്ട് പോന്നേ? എല്ലാം പറയാം, വിശദമായി പറയാം. ഒരുപാട് ജോലിയുണ്ട്. എന്താ കാര്യം പറഞ്ഞേ? എന്താന്ന് പറഞ്ഞേ? ദോ, എന്ത് നോക്ക്. ഈശ്വര, ഇത്രയും നാളും കള്ളുകൂടി മാത്രമേ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചു. ഇപ്പൊ ഇതും തുടങ്ങിയോ? ഞാൻ പോവാം. അമ്മായി പോണ്ട, അമ്മായി പോണ്ട. നീ പോയാ പറ്റില്ല, ഞാൻ തന്നെ ചെന്ന് രണ്ട് ഭർത്ത. അമ്മായി നാട്ടുകാരെ അറിയിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെന്താ മേനോൻ സാറേ? ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും മദ്യപിച്ച് വേണ്ടാക്കില്ല. സത്യം. അത് എന്നോടല്ല സാറ് പറയേണ്ടത്, ചേച്ചിയോടാണ്. അല്ല, അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനിരിക്കുക. ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അതെ, അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല, അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും. അല്ലേ? ചേച്ചിക്ക് അകത്ത് അടുക്കളയെ പണി കാണും. അയ്യോ, എന്നങ്ങൾ വരട്ടെ. ശരി. വാ. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നുന്നു. എന്താ ഉണ്ടായത്? ഏയ്, ഒരു പ്രശ്നമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കാം. ലീലാമ്മയുടെ ഹസ്ബൻഡും ഞാനും വലിയ തിക് ഫ്രണ്ട്സ് ആണ്. അങ്ങേര് വന്നാ എന്റെ സ്നേഹാന്വേഷണം പറയണം, നൈറ്റ് ഡ്യൂട്ടി എപ്പോഴാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാതിരിക്കായിരുന്നു. അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയും, അതാ നല്ലത്. ചെന്നട്ടെ. അപ്പോഴേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ? നല്ല യാതൊന്നും സാരമില്ലെന്നേ. ദേ വരൂ, നമുക്ക് അകത്ത് പോരും സംസാരിക്കാം. അയ്യോ, നെറ്റ് ശരിക്കും വയ്ക്കൂ. വീടും എന്റെ നല്ല, ഞാൻ നിന്നെ വഞ്ചിക്കുമെന്നല്ല ഞാൻ പറയുന്നു, കേക്ക്. എനിക്കൊന്നും കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്നോട് വേണ്ട, എനിക്ക് മാപ്പ് കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എന്നോട് പറയണ്ട. ഇതെന്താ തന്നെ സർക്കസോ? ചപ്പാത്തിക്കോലെ നല്ല വഴിക്ക് വീണു. ചപ്പാത്തിക്കോല് അത് ഈ ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കയറിയപ്പോ സ്റ്റൂള് മറിഞ്ഞു വീണ് ഇല്ലേ? നടുവിളിക്കല്ലേ? ആ, അത് തന്നെ, അതെ, നടുവിളിക്ക്. എന്നെ ക്ഷീണം മാറ്റാൻ ഇന്നലത്തെ ലേശം ബാക്കിയുണ്ട്, വേണോ? വാപ്പാ, ഞാൻ പോവാ. അല്ല സൈനബ, നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ, എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല.
ഞാൻ എന്താണ് ഇതിങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ ഇരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വാപ്പാ? അതില്ലാത്തോണ്ടല്ല ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ ഞാൻ പോവാ. നിക്ക് ഞാനും വരുന്നുണ്ട്. അല്ല, അന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവനാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി. ഇനി എന്റെ പണിയും പോണോന്നാ? ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും കിട്ടും കിട്ടുന്ന്. ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് കളി ക്ലബില്. ഓ എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ ഉമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കെട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ മോള് പൊക്കോ. എടാ അക്ബറേ, ആ എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. ഓൾ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പറ്റിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ സോപ്പും പൊടിയാണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. ആ നീ താമസിക്കും, എനിക്ക് പൊടിയുണ്ടത്. എന്താടോ പുഷ്കര, തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടാരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. യോ, മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ വിട്ടാരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ, എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നു? യോ ദേ വരുന്നത്. എടോ രാജശേഖര, എടോ അവിടെ നിക്കണോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? ആരാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, അയ്യോ, ഗേറ്റ് പാരാവുന്ന ലക്ഷണം. ആര് കൂട്ടിയിട്ടത്? അയ്യോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്നും അങ്ങോട്ട് വന്നാൽ ഒരു സ്മോളും അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല, ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല, താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതരാം. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവൾക്ക്. ദേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ആ ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ, അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ, അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല, നമ്മുടെ ജോണിക്കുട്ടിയല്ലേ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി, ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖര, ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല.